തെരഞ്ഞെടുപ്പിൽ കടുത്ത മത്സരം നേരിടേണ്ടി വന്നെന്ന് CPIM ജില്ലാ നേതൃത്വങ്ങളുടെ വിലയിരുത്തൽ. കോഴിക്കോടും കൊല്ലത്തും സമ്പൂർണ്ണ മേധാവിത്വമില്ല. തൃശൂരിൽ തിരിച്ചടിയെന്നും പാലായിൽ ജോസ് കെ മാണിയും ആറന്മുളയിൽ വീണ ജോർജും വിജയിക്കുമെന്നും കണക്കുകൂട്ടൽ. കീഴ്ഘടകങ്ങളുടെ റിപ്പോർട്ട് നാളെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തും. മുൻകാലങ്ങളിലേതുപോലെ വടക്കൻ ജില്ലകളിലും കൊല്ലത്തും സമ്പൂർണ്ണ ആധിപത്യമില്ലെന്നാണ് CPIM ജില്ലാ നേതൃത്വങ്ങളുടെ വിലയിരുത്തൽ. കാസർഗോഡ് ജില്ലയിൽ സിറ്റിംഗ് സീറ്റുകളിൽ കടുത്ത മത്സരം നടന്നു. തൃക്കരിപ്പൂരിൽ ന്യൂനപക്ഷ ഏകീകരണമുണ്ടായി. 4900 വോട്ടിന്റെ ഭൂരിപക്ഷം നേടും. പുതുമയിൽ 1500 വോട്ടിന് പിന്നിലാകും. കാസർഗോഡ് മണ്ഡലത്തിൽ ഷാനവാസ് പാദൂർ 40,000-ലേറെ വോട്ട് നേടുമെന്നും മഞ്ചേശ്വരത്ത് പാർട്ടി വോട്ടുകളിൽ ചോർച്ചയുണ്ടാവില്ലെന്നും വിലയിരുത്തലുണ്ട്. മലപ്പുറത്ത് പൊന്നാനിയിലും തവനൂരും മാത്രമാണ് വിജയപ്രതീക്ഷ. സിറ്റിംഗ് സീറ്റായ താനൂരിൽ പരാജയപ്പെടും. തിരൂരിൽ വി അബ്ദുറഹ്മാൻ കടുത്ത മത്സരം നടത്തിയെങ്കിലും വിജയമുറപ്പില്ല. കൊല്ലം ജില്ലയിൽ 6 മുതൽ 9 വരെ സീറ്റ് നേടുമെന്നാണ് വിലയിരുത്തൽ. കൊല്ലം, ചവറ, കുന്നത്തൂർ, കുണ്ടറ, പത്തനാപുരം മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരം നടന്നു. പത്തനംതിട്ട ജില്ലയിൽ ആറന്മുളയിൽ 7000 വോട്ടിന് വീണ ജോർജ് വിജയിക്കുമെന്ന് ജില്ലാ നേതൃത്വം പ്രതീക്ഷിക്കുന്നു. കോന്നിയിൽ 8000 വോട്ടിന് ജയിക്കും. തിരുവല്ലയിലും റാന്നിയിലും 5000 വോട്ടിന് ജയിക്കുമെന്നാണ് പ്രതീക്ഷ. കോട്ടയം ജില്ലയിൽ നിലവിലുള്ള 5 സീറ്റുകൾ നിലനിർത്തുമെന്നും പാല ഉൾപ്പെടെ 6 സീറ്റുകൾ ലഭിക്കുമെന്നുമാണ് വിലയിരുത്തൽ. തൃശൂരിൽ തിരിച്ചടിയെന്നാണ് കണക്കുകൂട്ടൽ. തൃശൂർ, മണലൂർ, വടക്കാഞ്ചേരി മണ്ഡലങ്ങൾ നഷ്ടമാകും. ഗുരുവായൂരിലും കൊടുങ്ങല്ലൂരിലും ഇഞ്ചോടിഞ്ചെന്നും വിലയിരുത്തൽ. എറണാകുളം ജില്ലയിൽ 6 സീറ്റുകളിൽ വിജയിക്കുമെന്നും തൃപ്പൂണിത്തുറ പിടിച്ചെടുക്കുമെന്നും CPIM കണക്കുകൂട്ടുന്നു. കോഴിക്കോട് ജില്ലയിൽ 8 സീറ്റുകളിൽ കടുത്ത വെല്ലുവിളി നേരിട്ടതായും 5 സീറ്റുകൾ വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും വിലയിരുത്തൽ. ബേപ്പൂർ, ഏലത്തൂർ, കൊയിലാണ്ടി, കുറ്റ്യാടി, പേരാമ്പ്ര, ബാലുശ്ശേരി, കുന്നമംഗലം, കോഴിക്കോട് നോർത്ത് മണ്ഡലങ്ങൾ നിലനിർത്തുമെന്നാണ് പ്രതീക്ഷ. വടകര, KK രമയിൽ നിന്ന് പിടിച്ചെടുക്കാനാകില്ലെന്നും നിഗമനം. പാലക്കാട് ജില്ലയിലെ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തും. ഇടുക്കിയിൽ പീരുമേട് നഷ്ടപ്പെട്ടേക്കാമെന്നും ഇടുക്കിയും ഉടുമ്പൻചോലയും ഉറപ്പെന്നും CPIM വിലയിരുത്തുന്നു. ദേവികുളത്ത് നേരിയ ഭൂരിപക്ഷം. തൊടുപുഴ UDF നിലനിർത്തുമെന്നും CPIM കണക്കുകൂട്ടുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.